ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഇഫിൻ്റെ എപ്പിസോഡ് 9 ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നത് ക്യാപ്റ്റൻ കാർട്ടറിനെയും നട്ടാഷയെയുമാണ്. അവർ ഒരു മിഷനായാണ് പോകുന്നത്. നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജറിൽ കണ്ട അതേപോലത്തെ സീനാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ക്യാപ്റ്റൻ കാർട്ടർ അവർ പോകുന്ന പ്ലെയിനിൽ നിന്ന് താഴോട്ട് അവിടെയുള്ള ഒരു ഷിപ്പിലോട്ട് ചാടുകയാണ്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടും ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് വാച്ചർ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് വാച്ചർ യു ഹാവ് ബീൻ ചൂസൺ എന്ന് പറയുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് സ്റ്റാർ ലോർഡ് പീറ്ററിനെ രക്ഷിച്ചു കൊണ്ടുവരുന്ന സീനാണ്. വാച്ചർ അവിടെ വന്നിട്ടും സ്റ്റാർ ലോർഡിനോട് യു ആർ ചൂസൺ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അയൺമാനെയും ഗമോറേനെയുമാണ്. അയൺമാൻ്റെ കയ്യിലുള്ളത് ഒരു അപ്ഗ്രേഡഡ് സ്യൂട്ടാണ്. വാച്ചർ അവിടെ വന്നിട്ട് ഗമോറയോട് യു ആർ ചൂസൺ എന്ന് പറയുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വക്കാണ്ടയിലാണ്. അവിടെ ഷൂരിയും പെപ്പർ പോട്ടും ബ്ലാക്ക് പാന്തറിനെ പിടിക്കാനായി പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും വാച്ചർ അങ്ങോട്ട് വന്ന് ബ്ലാക്ക് പാന്തറിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് പാർട്ടി തോറിനെയാണ്. തോർ അൾട്രോണിന്റെ ആർമിയുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോർ ഫൈറ്റിൽ നല്ല ബിസിയാണ്. അവന് വാച്ചറിന്റെ സൗണ്ട് പോലും കേൾക്കാൻ പറ്റുന്നില്ല. വാച്ചർ തോർന്ന് ഒത്തിരി പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും തോറിനത് കേൾക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് വാച്ചർ അവസാനം തോറിനെ വാച്ചറിന്റെ കൈ കൊണ്ട് എടുത്തിട്ട് യു ആർ ചൂസൺ എന്ന് പറയുകയാണ്. നമ്മൾ കാണുന്നത് ഒരു പബ്ബാണ്. ഇവിടെ നമുക്ക് വാച്ചർ മുമ്പ് ചൂസ് ചെയ്ത എല്ലാവരും കാണാൻ പറ്റും. ഇവിടെ വെച്ച് ക്യാപ്റ്റൻ കാർട്ടർ പറയുന്നുണ്ട്, ഈ പബ്ബ് എനിക്ക് അറിയാവുന്നതാണ്, സ്റ്റീവ് റോജേഴ്സുമായി ഞാൻ ഇവിടെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ളതാണെന്ന്. ഇവിടെ വെച്ച് ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നുണ്ട്, നിന്റെ ബയോഗ്രഫി എടുത്തു നോക്കിയപ്പോൾ ഈ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഈ സ്ഥലത്തിൽ തന്നെ നിങ്ങളെ വിളിച്ചു കൂട്ടിയതെന്ന്. എല്ലാവരും ഇവിടെ എന്തിനാണ് വിളിച്ചു കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വാച്ചർ വരികയാണ്. വാച്ചറിനെ കണ്ട ഇവർ ചോദിക്കുകയാണ്, നീയല്ലേ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ വാച്ചർ പറയുകയാണ്, നിങ്ങൾ വേണം ഈ മൾട്ടിവേഴ്സിനെ രക്ഷിക്കാൻ, നിങ്ങളാണ് ഗാർഡിയൻസ് ഓഫ് ദ മൾട്ടിവേഴ്സ് എന്ന്. അപ്പോൾ തോർ കരുതുന്നത് ഇത് ലോക്കിയുടെ ഒരു തമാശയാണെന്നാണ്. എന്നിട്ട് തോർ അവിടുന്ന് പുറത്തോട്ട് പോവുകയാണ്. എന്നാൽ ഈ സ്ഥലം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മാജിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തോർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവൻ അങ്ങോട്ട് വലിയുന്നുണ്ട്. അപ്പോൾ തോർ ഉടൻ തന്നെ ആ റൂമിലോട്ട് തിരിച്ചു കയറുകയാണ്. വാച്ചർ അവരോട് ആ മിഷനെ കുറിച്ച് പറയുകയാണ്. അതിനുശേഷം ഡോക്ടർ സ്ട്രേഞ്ച് ഇൻഫിനിറ്റി സ്റ്റോൺസിനെ കുറിച്ച് അവരോട് പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അവർ എല്ലാ ഇൻഫിനിറ്റി സ്റ്റോൺസും ഗമോറയുടെ കയ്യിൽ കൊടുക്കും. ഗമോറ അവളുടെ കയ്യിലുള്ള ഇൻഫിനിറ്റി സ്റ്റോൺ ക്രഷർ വെച്ച് അതെല്ലാം നശിപ്പിക്കും. ശേഷം ഡോക്ടർ സ്ട്രേഞ്ച് അവരെ ഒരു അബണ്ടന്റ് പ്ലാനറ്റിലോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അകത്തുനിന്ന് മോൺസ്റ്റർ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ കാർട്ടർ ഡോക്ടർ സ്ട്രേഞ്ചിനോട് അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ലവ് കാരണമാണ് എനിക്കിത് ഉണ്ടായതെന്ന് പറയുകയാണ്. അതേസമയം അൾട്രോൺ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് അവരുടെ മേൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സ്പെൽ ഉപയോഗിക്കുന്നുണ്ട്. അൾട്രോണിനെ കണ്ട തോർ അവൻ്റെ ഹാമർ ഉപയോഗിച്ച് അൾട്രോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അൾട്രോണിന് ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് അൾട്രോൺ അവരുണ്ടായിരുന്ന ആ ഹിൽ മുഴുവൻ തകർക്കുകയാണ്. എന്നിട്ട് അൾട്രോൺ അവരെല്ലാം തീർന്നുവെന്ന് കരുതി. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ പ്രൊട്ടക്റ്റീവ് സ്പെൽ കാരണം അവർക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഡോക്ടർ സ്ട്രേഞ്ചും എല്ലാവരും കൂടി അൾട്രോണെ ആക്രമിക്കുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് അൾട്രോണെ തടയാനായി മോൺസ്റ്റേഴ്സിനെ പുറത്തെടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഗമോറ അൾട്രോണിന്റെ കയ്യിൽ നിന്ന് സോൾ സ്റ്റോൺ എടുത്തിരുന്നു. അൾട്രോൺ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ സോൾ സ്റ്റോൺ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അൾട്രോൺ അവരുടെ കയ്യിൽ നിന്ന് സ്റ്റോൺ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് വേറെ യൂണിവേഴ്സിൽ നിന്ന് സോംബീസിനെ മുഴുവൻ അൾട്രോണിന്റെ മീത്തോട്ട് ഇടുകയാണ്. എന്നിട്ട് അവരെല്ലാവരും അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അൾട്രോൺ ആ സോംബീസിനെല്ലാം നശിപ്പിച്ച് അവരുടെ പുറകെ പോവുകയാണ്. അവരെത്തിയിരിക്കുന്ന യൂണിവേഴ്സിൽ നട്ടാഷ മാത്രമേ ഉള്ളൂ. നട്ടാഷ ഇവരുടെ കയ്യിൽ നിന്ന് ഇൻഫിനിറ്റി സ്റ്റോൺ ക്രഷറും എടുത്ത് പോവുകയാണ്. എന്നിട്ട് ക്യാപ്റ്റൻ കാർട്ടർ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നട്ടാഷ അവരുടെ ഒപ്പം അൾട്രോണിനെ തീർക്കാനായി പോവുകയാണ്. ഇതേ സമയം അൾട്രോൺ അവിടെ എത്തിയിരുന്നു. എന്നിട്ട് അവരെല്ലാവരും വീണ്ടും ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റിൻ്റെ ഇടയ്ക്കിൽ തോർ അൾട്രോണിൻ്റെ ഒരു കൈ തകർക്കുന്നുണ്ടെങ്കിലും അത് വീണ്ടും വരികയാണ്. അൾട്രോൺ നല്ല പവർഫുള്ളായി ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഡോക്ടർ സ്ട്രേഞ്ച് അതെല്ലാം തടയുന്നുണ്ട്. ഇവിടെ എല്ലാവരും അൾട്രോണിനെ ഒരുമിച്ചാണ് ആക്രമിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഗമോറ അൾട്രോണിനെ നടുവേ വെട്ടുന്നുണ്ട്. എന്നാൽ അൾട്രോൺ ഭയങ്കര പവർഫുൾ ആയിരുന്നു. അൾട്രോൺ ടൈം സ്റ്റോൺ ഉപയോഗിച്ച് എല്ലാം സ്ലോ ആക്കുകയാണ്.
എന്നിട്ട് അൾട്രോൺ ആ സോൾ സ്റ്റോൺ എടുക്കും ചെല്ലുമ്പോഴേക്കും ഡോക്ടർ സ്ട്രേഞ്ച് ടെന്റിക്കിൾ ആം വെച്ച് അത് തടയുന്നുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഡാർക്ക് ഫോം വെച്ച് അൾട്രോണെ തടയാൻ നോക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും ഇൻഫിനിറ്റി സ്റ്റോൺ ക്രഷർ വെച്ച് അത് ക്രഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ആ ഐഡിയ ഫെയിൽ ആവുകയാണ്. കാരണം ഗമോറയുടെ ആ ക്രഷർ വേറെ യൂണിവേഴ്സിറ്റിയാണ്, പക്ഷേ അൾട്രോണിന്റെ ഇൻഫിനിറ്റി സ്റ്റോൺസ് വേറെ യൂണിവേഴ്സിറ്റിയും. അതുകൊണ്ട് അത് അവരുടെ ഐഡിയ ഫെയിൽ ആവുകയാണ്. എന്നിട്ട് അവർ വീണ്ടും ആക്രമിക്കുകയാണ്. എന്നിട്ട് അൾട്രോൺ പറയുകയാണ്, ഞാൻ ഡോക്ടർ സ്ട്രേഞ്ചിനെ തോൽപ്പിച്ചാൽ നിങ്ങളെല്ലാവരും തോക്കുമെന്ന്. എന്നാൽ അൾട്രോണിനെ ഇവർക്ക് പ്രൊട്ടക്ഷൻ സ്പെൽ ഉള്ളത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് ബ്ലാക്ക് വിഡോ ആ മുന്നേ വൈറസുകളെല്ലാം ഇൻസേർട്ട് ചെയ്ത ആ ആരോ കാണുകയാണ്. എന്നിട്ട് ബ്ലാക്ക് വിഡോ ക്യാപ്റ്റൻ കാർട്ടറിനെയും വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ആ ആരോ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ക്യാപ്റ്റൻ കാർട്ടറും ബ്ലാക്ക് വിഡോയും കൂടി ആ ആരോ അൾട്രോണിലോട്ട് സക്സസ്ഫുള്ളായി ഇൻസേർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് സോള ആ അൾട്രോണിന്റെ ബോഡിയെ മുഴുവൻ കവർ ചെയ്യാൻ നോക്കുകയാണ്. എന്നിട്ട് സോള അൾട്രോണിന്റെ ബോഡിയെ മുഴുവൻ കവർ ചെയ്തിട്ട് അൾട്രോണിനെ തോൽപ്പിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. കിൽമോങ്കർ അൾട്രോണിന്റെ ബാക്കിയുണ്ടായിരുന്ന ആ തല വെച്ച് എന്നിട്ട് അൾട്രോണിന്റെ ആർമറും ഇൻഫിനിറ്റി സ്റ്റോൺസും ഇടിക്കുകയാണ്. അവരെല്ലാം ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കുന്നില്ല. ഇതേസമയം വിഷന്റെ ബോഡിയിൽ കടന്ന സോല എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് എറിക് കിൽമോങ്ങറിന്റെ അടുത്ത് നിന്ന് ഇൻഫിനിറ്റി സ്റ്റോൺസ് എടുക്കാൻ നോക്കുന്നുണ്ട്. രണ്ടുപേരും ആ ഇൻഫിനിറ്റി സ്റ്റോൺസ് വലിക്കുന്നത് കാരണം തന്നെ അതവിടെ പെട്ടുപോവുകയാണ്. ഈ സമയം മുതലാക്കി ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെൽ ഉപയോഗിക്കുകയാണ്. വാച്ചറും ഒപ്പം ഇന്റർഫിയർ ചെയ്ത് സ്പെൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയാണ്. എന്നിട്ട് ഡോക്ടർ സ്ട്രേഞ്ചും വാച്ചറും അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് അവരെ ഒരു പോക്കറ്റ് ഡൈമെൻഷനിലോട്ട് ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് വാച്ചർ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഇവരെ നോക്കിക്കൊണ്ട് എപ്പോഴും ഇരിക്കണമെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ പോക്കറ്റ് ഡൈമെൻഷൻ പൊട്ടിച്ച് പുറത്തു വരുമെന്ന്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് പറയുകയാണ്, എനിക്ക് ഒത്തിരി സമയമുണ്ട്, അപ്പോൾ ഞാൻ തന്നെ ഇവരെ നോക്കിക്കോളാമെന്ന്. എന്നിട്ട് വാച്ചർ ഡോക്ടർ സ്ട്രേഞ്ചിനോട് താങ്ക് യു പറയുകയാണ്. എന്നിട്ട് വാച്ചർ ബാക്കിയുള്ള എല്ലാവരോടും കൂടി താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് വാച്ചർ പറയുകയാണ്, നിങ്ങളുടെ ഈ വിക്ടറി ആരും അറിയില്ലെന്ന്. പിന്നെ വാച്ചർ പറയുകയാണ്, ആ ഡോർ കടന്നു പോയാൽ നിങ്ങൾ ഞാൻ കൊണ്ടുവന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകുമെന്ന്. ക്യാപ്റ്റൻ കാർട്ടർ ആ സ്റ്റീവ് റോജേഴ്സിന്റെ ഫോട്ടോ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ കാർട്ടറിനോട് വാച്ചർ പോകാൻ സമയമായി എന്ന് പറയുകയാണ്. ക്യാപ്റ്റൻ കാർട്ടർ പോകുമ്പോൾ നട്ടാഷ ക്യാപ്റ്റൻ കാർട്ടറിന്റെ മുഖത്തോട്ട് നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നട്ടാഷ വാച്ചറിനോട് പറയുന്നുണ്ട്, ഞാൻ ഇനി തിരിച്ച് എൻ്റെ വേൾഡിലോട്ട് പോകുന്നില്ലെന്ന്. അൾട്രോൺ ആ യൂണിവേഴ്സ് മൊത്തം നശിപ്പിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് വാച്ചർ നട്ടാഷേനെയും കൂട്ടി ഷീൽഡിന്റെ ഒരു കാരിയറിന്റെ മേളിൽ കൊണ്ടു നിർത്തുകയാണ്. അവിടെ അവഞ്ചേഴ്സ് ലോക്കിയുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പം നട്ടാഷ ചോദിക്കുകയാണ് വാച്ചറിനോട്, ഞാനിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന്. അപ്പോൾ വാച്ചർ പറയുകയാണ്, ഈ യൂണിവേഴ്സിൽ നട്ടാഷ ഇല്ല, അപ്പോൾ നീ ഈ യൂണിവേഴ്സിൽ നിന്നുവെന്ന്. അപ്പോൾ നട്ടാഷ വാച്ചറിനോട് താങ്ക് യു പറയുകയാണ്. എന്നിട്ട് നട്ടാഷ നിക് ഫ്യൂരിനെ ലോക്കിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ്. അപ്പോൾ നിക് ഫ്യൂരി പറയുകയാണ്, നീ മെയിൻ നട്ടാഷയല്ല, പക്ഷെ ആ നട്ടാഷയുടെ സ്പിരിറ്റ് എൻ്റെ ഉള്ളിലുണ്ടെന്ന്. ഇതോടെ വാട്ട് ഇഫ് എപ്പിസോഡ് 9 തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.